എജുബോട്ടിന്റെ മക്കളൊക്കെ നമ്മുടെ ഗിവ് അവയുടെ അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി എന്നാണ് ഗിവ് അവേ എന്നുള്ളത് ലൈവിലൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അതുവരെയാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസിന്റെ എക്സാം ഒക്കെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് എളുപ്പമായിട്ട് എഴുതി കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മുടെ ലൈവ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും +1 +2 ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈവ് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ലൈവിൽ പറഞ്ഞ അതേ ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലാസ്സസ് ഇവിടെ ഉണ്ട്. ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സ് ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ മറക്കാണ്ട് നമ്മുടെ ഗിവ് അവേ എന്നാണ് ഡിസംബർ 27 ബുധനാഴ്ച കൃത്യം 7 മണിക്ക് എജുപോർട്ടിന്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും വന്ന് നമ്മുടെ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്താ ഗിവ് അവേ? ഒരു ഐപാഡ് ആണ്, അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആണ് ഈ ഒരു ഗിവ് അവേ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവരിടുന്ന് ചിലവ് വാങ്ങിയിരിക്കണം. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ്, ഹൈ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ശ്രീനിവാസ് ഏതോ ഫിലിമിൽ പറയുന്നില്ലേ, അതേപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ട് ഫുഡ് അവരുടെ നിങ്ങൾ ചിലവാങ്ങണം. ഇനി നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ചിലവ് കൊടുക്കണം. അതിൽ നിങ്ങൾ ആരും മടി കാണിക്കേണ്ട. കാരണം 19,000 രൂപ വിലയുള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റാണ് കിട്ടുന്നത്. ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ മക്കളെ, എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കൃത്യം 7 മണിക്ക് ഡിസംബർ 27 എജുപോർട്ട് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ നിങ്ങളെത്തണം. ഞങ്ങളുണ്ടാകും. നമുക്ക് ഒരുമിച്ച് ആരാണോ വിന്നർ എന്ന് അവരെ അനൗൺസ് ചെയ്യാം. ഈ ഒരു വിന്നറെ അനൗൺസ് ചെയ്യുമ്പോൾ അത് ആരാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാകും. നമ്മുടെ ഈ ഓണം ബമ്പറൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ആകാംക്ഷ, ആരാണ് ഓണം ബമ്പർ, ആർക്കാണ് 25 കോടി ആർക്കാണ്, അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ആ ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉള്ളത് കൊണ്ട് ആ ക്യൂരിയോസിറ്റി ഉള്ളവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ലൈവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഓണം ബമ്പർ അല്ല, ക്രിസ്മസ് ബമ്പർ അല്ല, നമ്മുടെ എജുപോർട്ടിന്റെ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്ന അന്ന് കാണാം. അതുവരെക്കും ബൈ.